ഇന്ന് നമ്മൾ അടിപൊളി ഒരു സ്നാക്കാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇത് വന്നിട്ട് നമുക്ക് എന്താ പറയുക, ഡയറ്റ് ചെയ്യുന്നവർക്കും യൂസ് ചെയ്യുക. ഓക്കെ, അവർക്ക് ഇത്തിരി ബട്ടറോ അതൊക്കെ കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളൊരു പാനിൽ കുറച്ച് ബട്ടർ ഇടുന്നു. നമ്മളിപ്പോൾ ഇതിൽ ഗാർലിക് ബട്ടർ ഇട്ടു, അതിനുശേഷം അതിന് ജിഞ്ചർ ഇട്ടു. അപ്പോൾ ജിഞ്ചറും ഗാർലിക്കും ബട്ടർ മൂന്നും ആയി. ഇത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാനൊരു പച്ച തക്കാളിയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. പഴുത്തതും ഇടാം, കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ക്യാരറ്റ് ബീൻസൊക്കെയാണ് ഇടുന്നത്. അതിലേക്ക് നമുക്ക് ക്യാബേജ് ഇടാം, ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് ഇടാം, ക്യാപ്സിക്കം ഇടാം, ബീൻസ് ഇടാം. അങ്ങനെ ഏതും ഇതിൻ്റെ കൂടെ ചേരുന്ന പച്ചക്കറികളൊക്കെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇത് 2 ഇടണം പറഞ്ഞല്ലോ. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത ശേഷം അതിനെ ഒന്ന് നല്ലോണം വഴറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ എരിവിന് വന്നിട്ട് നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ മുറിച്ചിടാം, അല്ലെങ്കിൽ ചുവന്ന മുളക് ഇടാം. അപ്പോൾ എല്ലാം ആയ ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മല്ലിയില ഇടാം കേട്ടോ. ഇനി ഒരു 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ട് അതിനെ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് കുഴച്ച് വെക്കുക കേട്ടോ. സോ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ ആവശ്യമാണ് മുന്നോട്ട് പോകാൻ. ഓക്കെ, നമ്മളിതാ ചപ്പാത്തിയൊക്കെ ഇപ്പോൾ കുഴച്ച് കഴിഞ്ഞു. എന്നിട്ട് അതിനെ നമ്മൾ ഒരു ചപ്പാത്തി ഇതിലിട്ടിട്ട് പരത്തി കഴിഞ്ഞ് നമ്മൾ കട്ടർ വെച്ചിട്ടൊന്ന് റൗണ്ട് ഷേപ്പ് എടുക്കുക കേട്ടോ. റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ട് ഈ ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുത്ത ശേഷം അതിനെ അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അറ്റം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ, അത് പുറത്ത് വരാത്ത പോലെ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു ഡിസൈനിന് വേണ്ടി ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിസൈൻ കിട്ടും. നാച്ചുറലി നമ്മൾ കിച്ചണിൽ എന്ത് യൂട്ടൻസിൽസ് ഉണ്ടോ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ അപ്പോൾ അടിപൊളി ഒരു ഇത് വന്നിട്ടുണ്ട്, ഡിസൈൻ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിന് ഇതേപോലെ എല്ലാം ചെയ്ത് കൊടുത്തിട്ട് ഒരു തവയിലേക്ക് കുറച്ച് എണ്ണ അധികം യൂസേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് വേണ്ടവർക്ക് ഫുൾ എണ്ണയിൽ ഇട്ട് വറുത്ത് കോരി എടുത്തിട്ടും കഴിക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, വീണ്ടും പറയുകയാണ്, എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ വീണ്ടും അത് നമ്മൾ രണ്ടാമത്തെ കൂടി ഉണ്ടാക്കുകയാണ്. എന്നിട്ട് തവയിൽ കുറച്ച് എണ്ണ ഇട്ടിട്ട് നമ്മൾ ദോശ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കണ പോലെ അതിനെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യണവർക്ക് ചെയ്യാം. ഞാനിപ്പോൾ തവയിൽ വെച്ചിട്ട് ഒന്ന് ഇതാക്കി എടുക്കണേ ഉള്ളൂ. സോ അത് അവരവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, സോ ഈ സ്നാക്ക് പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഡയറ്റ് ചെയ്യണവർക്കും ഇത് വളരെ നല്ലതാണ്. നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യാത്തതുകൊണ്ട് ഷാലോ ഫ്രൈ ഇങ്ങനെയല്ല ചെയ്തെടുക്കണം. അതുകൊണ്ട് ഞാൻ ഇൻഫാക്റ്റ് പറഞ്ഞ ഇത് ഇന്ന് എണ്ണയെ ഒഴിച്ചില്ല, അതുകൊണ്ടാണ് കുറച്ചൊരു മുകളിലൊരു കളർ ചേഞ്ച്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. സോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം രേഖപ്പെടുത്തുക കേട്ടോ. ഹാപ്പി കുക്കിംഗ്.